ഒരിക്കൽ ഒരു ഗ്രാമവാസി ഒരു പർവ്വതനിരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ദാരുണമായൊരു കാഴ്ച കാണാനിടയായി. ആ മലഞ്ചെരുവിൽ ഒരു അന്ധനായ വൃദ്ധൻ കിടക്കുന്നു. അയാളുടെ ശരീരമാസകലം വിവിധ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. മുറിവുകളിലൂടെ നീരൊലിക്കുന്നുണ്ട്. പക്ഷാഘാതം വന്നതുകൊണ്ട് തന്നെ അയാൾക്ക് തൻ്റെ കിടപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. ആ ഗ്രാമീണൻ ഈ വൃദ്ധന്റെ ദയനീയമായ അവസ്ഥ കണ്ട് സങ്കടത്തോടെ അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അയാൾ തൻ്റെ നാഥനുമായി സംവദിക്കുകയാണ്. എൻ്റെ നാഥ, നിന്റെ സൃഷ്ടികളിൽ പലരെയും നീ പരീക്ഷിച്ച രോഗങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിച്ച നിനക്കാണ് സർവസ്തുതിയും. നീ സൃഷ്ടിച്ച പലതിനേക്കാളും എനിക്ക് നീ മുൻഗണന നൽകിയതിന് നിന്നെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. വൃദ്ധന്റെ പ്രാർത്ഥന വ്യക്തമായി കേട്ട അയാൾ ചോദിച്ചു, ഹേ സഹോദര, നിങ്ങളെ എന്തിൽ നിന്നാണ് നാഥൻ രക്ഷിച്ചത്? അല്ലാഹുവാണേ, നിങ്ങൾക്ക് എല്ലാത്തരം രോഗങ്ങളും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വൃദ്ധൻ അല്പം തലയുയർത്തി പറഞ്ഞു, എൻ്റെ മുന്നിൽ നിന്നും കടന്നു പോകൂ. എനിക്കിപ്പോഴും എൻ്റെ നാഥനെ സ്തുതിക്കാനുള്ള നാവുണ്ടല്ലോ. എൻ്റെ ഹൃദയനാഥനെ അറിയാനുള്ള ഹൃദയം എനിക്കുണ്ടല്ലോ. ഇതു കേട്ടുനിന്ന ആ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. തൻ്റെ പാപങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനും പാപമോചനം തേടാനും ആ വൃദ്ധന്റെ ഈ വാക്കുകൾ തന്നെ മതിയായിരുന്നു അയാൾക്ക്. ചിന്തിക്കുക, വലിയ സന്തോഷവും സമാധാനവും പണവും പദവിയും പ്രതാപവും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കെ ഒരാൾക്ക് തൻ്റെ നാഥനെ ഓർക്കാനും നാഥന് നന്ദി ചെയ്യാനുമുള്ള ഒരു മനസ്സില്ലെങ്കിൽ അയാളെക്കാളും എത്രയോ കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് ഭൗതികമായ പല നേട്ടങ്ങളും ലഭിക്കാത്ത നേരത്തും തനിക്കുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നൊരു ഹൃദയം ലഭിച്ചവനാണ്. അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ, ഇരു ലോകത്തും സന്തോഷിക്കുന്നവർ. അവരെ നോക്കിക്കൊണ്ട് ചിലപ്പോൾ ബുദ്ധിശൂന്യർ പറഞ്ഞേക്കാം കഷ്ടമെന്ന്. പക്ഷേ അവരാണ് നാഥന്റെ അത്യുന്നതമായ ഇരിപ്പിടത്തിൽ സ്ഥാനം ലഭിച്ചവർ.